അഖിൽ പി ധർമ്മജന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാർ ലഭിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം തുടരുന്നു. അലസ വായനയ്ക്ക് മാത്രം പറ്റുന്ന സെൻസിബിലിറ്റി ഇല്ലാത്ത രചനകളെന്നാണ് അഖിലിൻ്റേതെന്ന് കൽപ്പറ്റ നാരായണന്റെ വിമർശനം. സാഹിത്യം ഒരു ബിസിനസ് മാത്രമല്ലെന്നും നിലവിലെ പുരസ്കാര രീതി സാഹിത്യത്തിന് നല്ല ദിശാസൂചനയല്ല നൽകുന്നതെന്നും കൽപ്പറ്റ നാരായണൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ആ വാക്കുകളിലേക്ക്. പ്രധാനപ്പെട്ട എഴുത്തുകാരാകും എന്ന് ഉറപ്പിക്കാൻ വേണ്ടത് അവരുടെ കലാസൃഷ്ടിയിൽ ഉള്ള ആളുകളെയാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് നേരത്തെ. അപ്പോൾ അതൊരു ദിശാസൂചികയാണ്, ഇനി വരുന്ന എഴുത്തുകാർക്ക് പിന്തുടരാവുന്ന ഒരു മാർഗമാണ്. പക്ഷെ ഈ അഖിൽ പി ധർമ്മജന്റെ നോവൽ എന്ന് പറയുന്നത് അങ്ങേയറ്റം സാധാരണമായിട്ടുള്ള അതിസാധാരണമായിട്ടുള്ള ഒരു രചനയാണ്. ഒരു സെൻസിബിലിറ്റിയും ആവശ്യമല്ലാത്ത ഒരാൾക്ക് എഴുതാൻ കഴിയുന്ന കഥയാണ് അദ്ദേഹത്തിന്റെ 2 കൃതികൾ. എഴുത്ത് ഒരു ബിസിനസ് അല്ല, അതൊരു സർഗാത്മക പ്രവർത്തനം ആണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, പുതിയൊരു വിവാദം എങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയാണ്? അഖിൽ പി ധർമ്മജനെതിരെ ഇന്ന് ഇന്ദു മേനോൻ നടത്തിയ വിമർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കൽപ്പറ്റ നാരായണന്റെ വിമർശനവും കൂടി വന്നിരിക്കുന്നത്. അത് സാഹിത്യ ലോകത്ത് പുതിയൊരു രീതിയിലേക്ക് ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. എത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? സംഗീത, ഈ ഇത്തരത്തിലുള്ള വാദം ഇതിനു മുൻപും സാഹിത്യത്തിൽ ഉണ്ടായിരുന്നതാണ്. കാരണം ഈ നിലവിൽ അഖിൽ പി ധർമ്മജന്റെ നോവൽ ഈ പുറത്തു വന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഇതേപ്പറ്റി ഇതിന്റെ വലിയ ജനപ്രീതിയെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നതിനിടയ്ക്ക് തന്നെ ഈ വാദം ഉണ്ടായിരുന്നു. ഈ വലിയ സാഹിത്യ സമ്പന്നമല്ല, ഭാഷയ്ക്ക് കൃത്യമായ തരത്തിലുള്ള സംഭാവനകളൊന്നും തന്നെ നൽകുന്നില്ല, അതുകൊണ്ട് ഇതൊരു അതിസാധാരണ അലസ വായനയ്ക്ക് മാത്രം ഉതകുന്നതാണെന്ന ഒരു പക്ഷം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. മറുപക്ഷം വായനയിലേക്ക് അഖിൽ പി ധർമ്മജന്റെ കൂടുതൽ ആളുകളെ എത്തിക്കാൻ അഖിൽ പി ധർമ്മജന്റെ ഈ രചനയ്ക്ക് കഴിഞ്ഞു എന്ന വാദവും ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ പുരസ്കാര ലഭ്യതയ്ക്ക് ശേഷം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഈ അവാർഡ് യുവ പുരസ്കാർ അവാർഡിന് ശേഷവുമുള്ള വിവാദം തുടരുന്നത്. വളരെ അതിസാധാരണമായ അലസ വായനയ്ക്ക് മാത്രം ഉതകുന്ന ഒരു രചനയാണ് എന്നാണ് കൽപ്പറ്റ നാരായണൻ പറഞ്ഞത്. നേരത്തെ ഇന്ദു മേനോനും ഇതേ അഭിപ്രായം പറഞ്ഞു. മലയാള സാഹിത്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രചന എന്ന നിലയിൽ ഇതിന് യുവ പുരസ്കാർ നൽകുമ്പോൾ അത് മലയാള ഭാഷയെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ തന്നെയാണ് അപമാനിക്കുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഈ സാഹിത്യകാരന്മാർ ഇന്ദു മേനോനും അതേപോലെ തന്നെ കൽപ്പറ്റ നാരായണനും ഉൾപ്പെടെ പറയുന്നത്. ഈ അതിസാധാരണത്വം ഉള്ള നോവലുകളെ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മലയാള സാഹിത്യത്തിന്റെ ദിശാസൂചന തന്നെ മാറും. അത്തരത്തിൽ സാഹിത്യത്തിനുള്ള നിലവാര തകർച്ച ഉണ്ടാവും എന്നൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വാദത്തിന്റെ ഭാഗമായി ഇവർ ഉയർത്തുന്നത്. എന്തായാലും ഇത് വലിയ വിവാദമായി മാറിക്കഴിഞ്ഞു ഈ ഘട്ടത്തിൽ. സംഗീത, ശരി രതീഷ്, എന്താണെങ്കിലും വായനക്കാരന്റെ ഒരു സെൻസിബിലിറ്റിനെ അളക്കാൻ പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ വിവാദം തുടരുന്നത്. രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.